ഇന്നിപ്പോൾ പ്രതിപക്ഷ പാർട്ടി സമരാജ്ഞിയുമായിട്ട് വയനാട്ടിലുണ്ട് എന്നതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. സിനോജ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സിനോജ്, ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആനയെ പിടികൂടാൻ സാധിച്ചില്ല. കുങ്കിയാനകളെയൊക്കെ കൊണ്ടുവന്ന് അവസാന വട്ടത്ത് ശ്രമം നടത്തിയെങ്കിലും പിന്നീട് ഇരുട്ടായി. അതിനുശേഷം ആന ഉൾക്കാട്ടിലേക്ക് പോകുന്നത് മനസ്സിലാക്കി. ഇന്നും രാവിലെ തന്നെയാണ് ഈ ശ്രമങ്ങളെല്ലാം ആരംഭിച്ചിരിക്കുന്നത്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താണ്? ഇന്നുകൂടി ഈ ആനയെ ട്രാക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാകുമോ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇനിയിപ്പോൾ ആന കർണാടക അതിർത്തിയിലേക്ക് പോകാൻ എത്ര ദൂരം ഉണ്ടാവും ഇപ്പോൾ നിൽക്കുന്ന ആനപ്പാറ മേഖലയിൽ നിന്ന്? അരുൺകുമാർ, ഞാൻ നിൽക്കുന്നത് മണ്ണുണ്ടി കോളനിയിലാണ്. ഇന്നലെ ഇവിടെ വെച്ചാണ് വനംവകുപ്പ് ദൗത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. ഇന്ന് ഇവിടെ വെച്ച് തന്നെയായിരിക്കും ദൗത്യം ആരംഭിക്കുക. രാവിലെ മുതൽ തന്നെ ഇവിടെ ചെറിയ മൂടൽ മഞ്ഞുണ്ടായിരുന്നു. എൻ്റെ വലതുവശത്ത് കാണുന്നത് വനമേഖലയാണ്. ഈ ഫോറസ്റ്റർ പറയുന്നത് ഇവിടെ നിന്ന് ഈ മണ്ണുണ്ടി കോളനിയിൽ നിന്ന് ഏകദേശം 300 മീറ്റർ അകലെ മാറി ഈ കാട്ടാനയുണ്ട്, മോഴയാനയുണ്ടെന്നാണ് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. അവർ റേഡിയോ കോളറിൽ നിന്നുള്ള സന്ദേശം ആന്റിന വഴി സ്വീകരിച്ച് പരിശോധിച്ചിട്ടുണ്ട്. ഈ കാട്ടിൽ തന്നെ ആന തുടരുന്നു എന്നാണ് വനപാലകർ പറയുന്നത്. പക്ഷേ അവിടെ ചെന്ന് ഈ ആനയെ പിടികൂടുക സാധ്യമല്ല. കാരണം ചെറിയ കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശമാണ്. ഇനി മൈക്കിട് വെച്ചാൽ തന്നെ ഈ എലിഫന്റ് ആംബുലൻസ് അവിടെ എത്തിച്ച് ഈ ആനയെ ലോറിയിൽ കയറ്റി കൊണ്ടുപോവുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആനയെ നിരീക്ഷിച്ച് ഉചിതമായ സ്ഥലത്ത് വെച്ച് മൈക്കിട് വെക്കുക മാത്രമേ നടക്കുകയുള്ളൂ. മറ്റൊരു കാര്യം, ജനവാസ മേഖലയിലേക്ക് കഴിഞ്ഞ ദിവസം അജീഷിനെ കൊലപ്പെടുത്തിയ ശേഷം ഈ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയില്ല എന്നൊരു ആശ്വാസം കൂടിയുണ്ട്. പക്ഷേ ജനങ്ങളൊക്കെ തന്നെ ആശങ്കയിലാണ്. ഈ കോളനിയിലുള്ള ബൊമ്മി എന്ന് പറയുന്ന ചേച്ചിയായിരുന്നു. ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റുമോ ചേച്ചി? കാര്യമായിട്ട് ഉറങ്ങില്ല ഞാൻ. അത് എന്തെങ്കിലും ഇച്ചിരി ശബ്ദം കിട്ടിയാൽ മതി, അന്നേരം തന്നെ ഞാൻ എണീക്കും. എണീച്ചിട്ട് മെല്ലെ കട്ടിലിരിക്കും, പിന്നെ കിടക്കും. പിന്നെ കിടന്നാൽ പിന്നെ ഉറക്കാൻ വരില്ല. ആനയുടെ ശല്യമുള്ള സ്ഥലമായിരുന്നു അത്? ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഇത് ഇന്നലെ തൊട്ടാണ് ഇത് ശല്യം. ഫോറസ്റ്റുകാരൊക്കെ രാത്രി മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ല. നിങ്ങൾ കാണാം, ഫോറസ്റ്റുകാർ രാവിലെ മുതൽ തന്നെ കോമ്പിങ് ആരംഭിച്ചിട്ടുണ്ട്. 13 ടീമുകൾ ഇന്നലെ രാത്രി തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള ടീമുകൾ ഉണ്ടായിരുന്നു. വനംവകുപ്പിന്റെ 13 ടീമുകളും ഉണ്ടായിരുന്നു ഈ മേഖലയിൽ. ചേട്ടാ, ഫോറസ്റ്റുകാരൊക്കെ രാത്രി വഴിക്ക് വന്നിട്ടുണ്ട്? സഹകരിച്ചിട്ടുണ്ട്. പോലീസുകാർ സഹകരിച്ചിട്ടുണ്ട്. ഫോറസ്റ്റുകാരൊക്കെ ഉണ്ടായിരുന്നു. അവരുണ്ടായിരുന്നു. പെട്രോളിംഗ് ഉണ്ടായിരുന്നു. അവർ തന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? പുറത്തിറങ്ങണ്ട, ഞങ്ങൾ പെട്രോളിംഗ് നടത്തും. സ്റ്റാഫുമാരെല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പോലീസുകാരും സഹകരിച്ചിട്ടുണ്ട്. എല്ലാ സാധനവും ഉണ്ടായിരുന്നു. പിടിക്കാൻ പറ്റുന്ന പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. പിടിക്കുമെന്നാ തോന്നുന്നു. പിടിക്കപ്പെടണം. കാട്ടിൽ തന്നെ തുടരുകയാണ് ആന കാട്ടിൽ തന്നെ ഉണ്ടാവാൻ വഴിയുള്ളൂ. കുട്ടികൾക്കൊക്കെ ഇന്ന് അവധിയാണല്ലേ? ഇന്ന് അവധിയാണ്. ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുനെല്ലി പഞ്ചായത്ത് മൊത്തം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുമാർ, അതായത് തിരുനെല്ലി പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. ഒപ്പം മാനന്തവാടി നഗരസഭയിലെ 4 ഡിവിഷനുകൾ കുറുവ, കാടംകൊല്ലി, പയ്യമ്പള്ളി തുടങ്ങിയ 4 ഡിവിഷനുകളിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആനപ്പേടി ഉള്ളത് കൊണ്ട് തന്നെ. ഒപ്പം ഈ കഴിഞ്ഞ ദിവസം മരിച്ച അജീഷിന്റെ വീട്ടിലേക്ക് ഇന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ സമരാഗ്നി വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ കെ സുധാകരൻ, വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് എത്താനുള്ള സാധ്യതയുമുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു മാർച്ച്, DF ഓഫീസ് മാർച്ച് ഇന്ന് 11 മണിക്ക് മാനന്തവാടിയിലേക്ക് നടത്തിയിട്ടുണ്ട്. ഒരു വശത്ത് പ്രതിഷേധങ്ങൾ നടക്കുന്നു, മറുവശത്ത് വനംവകുപ്പ് കഠിന പ്രയത്നത്തിലാണ്. ഈ ആനയെ കണ്ടെത്തി മൈക്കിട് വെച്ച് കൊണ്ടുപോകാനുള്ള പ്രയത്നത്തിലാണ്. നേരത്തെ അരുൺകുമാർ ചോദിച്ചതുപോലെ തന്നെ ഈ വനമേഖല എന്ന് പറയുന്നത് കർണാടകയുമായി ചേർന്ന് കിടക്കുന്ന വനമേഖലയാണ്. തോൽപ്പെട്ടി റേഞ്ച് പരിധിയിലെ ബാവലി സെക്ഷനാണ്. ഏകദേശം ഏതാനും കിലോമീറ്ററുകൾ പോയി കഴിഞ്ഞാൽ തന്നെ കർണാടകയിലെ വനമേഖലയാവും. ആനയ്ക്ക് വേണമെങ്കിൽ സുഖമായി കർണാടക മേഖലയിലേക്ക് കടക്കാൻ പറ്റും. പക്ഷേ ഇന്നലെ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് നമ്മുടെ അതിർത്തിയിൽ മാത്രമാണെങ്കിൽ ഈ കാട്ടാനെ വെടിവെച്ച് പിടികൂടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ 2 ദിവസത്തിന് സാധിക്കുമെന്നാണ്. ശരിയാണ് സിനോജ്. അപ്പോൾ സിനോജും മുബഷീറും ദീപക്കും സാനിയയും VS രഞ്ജിത്തും ദീപക് മോഹനും ഒക്കെ തുടരുക. വയനാട്ടിൽ നിന്ന് നമുക്ക് തത്സമയ ദൃശ്യങ്ങളും വാർത്തകളും വരുന്ന മണിക്കൂറുകളിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ആന കർണാടക അതിർത്തിയിലേക്ക് പോകുമോ, അതല്ല കേരള അതിർത്തിയിൽ തന്നെ തുടരുമോ? തോൽപ്പെട്ടി മേഖലയിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ മാത്രമാണ് നിലവിൽ മയക്കുവെടി വയ്ക്കാൻ സാധിക്കൂ എന്നാണ് വനംവകുപ്പ് പറയുന്നത്.